ടിപ്പിക്കൽ മോം ഡയലോഗ്സ് ഒക്കെ ഇറക്കാറുണ്ടോ ചേച്ചി? ഞാനൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു. ഞാനൊക്കെ ഞാനും ശ്രീകാന്തിന്റെ അടുത്ത് അങ്ങനെ കേട്ടോ. സൂപ്പർ ചേച്ചി. ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു. പ്രത്യേകിച്ച് 2015 കഴിഞ്ഞ പിന്നെ അതൊരു അവസാനമില്ലാത്തൊരു പ്രോസസ്സാണത്. ഒന്നും മിണ്ടാതിരിക്കും. അവന് ഇഷ്ടമല്ല. ചേട്ടൻ പാടാൻ പറയാറുണ്ടോന്നോ? വീട്ടിലാർക്കും വലിയ താല്പര്യമില്ലാന്നോ? നിങ്ങള് മുപ്പെണ്ണും പുറത്തെടുക്കനായിരുന്നു ചേച്ചി. അമ്മാവന്റെ മോനെ തട്ടിക്കൊണ്ടുപോയി. കാലം കൈമാറിയതെന്നല്ല, ആരും കൈമാറിയില്ല, പക്ഷെ നിങ്ങള് തന്നെ ഇങ്ങടെ കൈമാറിയെന്നല്ലേ? ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്ന എന്താ വെച്ചാല്, ഇപ്പൊ നല്ലൊരു മ്യൂസിഷ്യൻ ഇപ്പൊ നല്ലൊരു മ്യൂസിക് ലേബിളായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ തന്നെ അവർ ആദ്യം സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാ നോക്കുക. എന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാൽ പോരാ. ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഒറ്റ സ്ക്രോളില് സാധനം തീർന്ന്. അപ്പൊ ചേച്ചി ചേച്ചി കുറച്ച് പാട്ടെങ്കിലും പാടി ഇട്ടിരുന്നെങ്കിൽ. എനിക്കുള്ള എനിക്ക് പ്രായവും തോറും എനിക്ക് ബഹളം തീരെ പറ്റാണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞാല് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു AR റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അവിടേക്ക് എത്താനായിട്ട് കുറച്ച് പാടാണ് എന്നുള്ളത്. അതിലെന്തായി ചേച്ചി? ഒരു അതൊന്നും ആയില്ല. എപ്പ എത്തിപ്പെടും? ഒന്നും ആയില്ല, ഇനി എത്തുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് പണ്ട് റഹ്മാൻ സാർക്ക് പിന്നെയും ആക്സസിബിൾ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം വേറൊരു കംപ്ലീറ്റ്ലി അൺറീച്ചബിൾ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരാഗ്രഹം മാത്രമായി ഇരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് അതുപോലെ റഹ്മാൻ സാർ പോലെ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ കമ്പോസേഴ്സ് ഉണ്ട്. അപ്പം ഇഫ് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇറ്റ് വിൽ ഹാപ്പൻ. അതാണ് എനിക്ക് എൻ്റെ ഒരു മെയിൻ മോട്ടോ. അതാണ്, നമുക്ക് എന്താണോ ചെയ്യാൻ വിധിച്ചിട്ടുള്ളത് അത് ആരൊക്കെ എന്തൊക്കെ വഴിയിൽ തടയാൻ ശ്രമിച്ചാലും നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഫ്രം കമ്മിങ് ടു യു. വരാനുള്ളത് വഴി അത് നല്ല രീതിയിൽ വരാനുള്ളത് വഴി തങ്ങില്ല. അതാ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മളത് പറയണത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ. പക്ഷെ നമുക്ക് എന്താണോ വാട്ട് ഈസ് ഫോർ യു വിൽ കം ടു യു. അതെനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചിട്ടുള്ള വലിയൊരു പാഠമാണ്. അപ്പൊ ഇനി നമുക്ക് ഇൻസെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വരും. സിമ്പിൾ ആസ് ദാറ്റ്. അല്ല ചേച്ചി 16-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ചേച്ചി പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് അതിനുശേഷം പിന്നെ വന്നു തുടങ്ങി. ചേച്ചിക്കായിട്ട് ഒരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല, കാരണം ബാക്ക് ടു ബാക്ക് അങ്ങനെ വന്നു തുടങ്ങി. പക്ഷെ എത്ര വന്നാലും ഒരു പോയിന്റിൽ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അപ്പൊ ആ ഒരു ടൈം ചേച്ചി എന്തായിരുന്നു, ചേച്ചിയുടെ പ്ലാൻസ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഈ ഇൻ ടേംസ് ഓഫ് പ്ലേ ബാക്ക് പറയുകയാണെങ്കിൽ ഒരിടയ്ക്ക് 2002, 2003, 2004 ആ കാലഘട്ടത്തിൽ കുറേ പാട്ടുകൾ പാടുന്ന എല്ലാം ഹിറ്റ് ആവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പാടി തുടങ്ങിയ സമയം. അത് കഴിഞ്ഞ് പെട്ടെന്ന് കുറച്ച് നാള് ഇൻ ടേംസ് ഓഫ് പ്ലേ ബാക്ക് ഒരു ഡിപ്പ് വന്നു, ഒരു ഹിറ്റ് വന്നിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ വാസ് സ്റ്റിൽ വർക്കിംഗ്. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട്, എൻ്റെ സ്വന്തം പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഞാനിങ്ങനെ അയ്യോ വർക്കില്ലാണ്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് TV അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി ബോധേഡ് ആവുന്ന ഒരാളല്ല ജനറലി. അത് താങ്ക്ഫുള്ളി എന്തുകൊണ്ടോ എനിക്ക് ഐ നോ ദറ്റ് ഓൾ ദിസ് കെയിം ടു മീ ബൈ ചാൻസ്. പലരും എത്രയോ കാലങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അയ്യോ പല കഥകൾ നമ്മള് വലിയ സിംഗേഴ്സ്, സീനിയർ സിംഗേഴ്സ് ഒക്കെ പറഞ്ഞു, പണ്ടൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അവിടെ പണ്ട് തുടക്കകാലത്തിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴും അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഐ വാസ് വെരി ഫോർച്യുനേറ്റ്, എനിക്ക് അങ്ങനെ എളുപ്പത്തിലൊരു ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നപ്പോഴും എനിക്ക് ഐ ഡിഡ് നോട്ട് ലെറ്റ് ദാറ്റ് എഫക്റ്റ് മീ. എൻ്റെ മൈൻഡ് സെറ്റ് വാസ് ഓൾവേസ് എനിക്ക് വരാനുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം, അത്രയായിരുന്നു. അല്ലാണ്ട് ഞാൻ അയ്യോ എനിക്ക് വർക്കില്ലല്ലോ, അയ്യോ ആരും എന്നെ വിളിക്കുന്നില്ലല്ലോ, ആ ഒരു ഇതിലേക്ക് ഞാൻ എന്തോ താങ്ക്ഫുള്ളി ടച്ച് വുഡ് ഞാൻ പോയിട്ടില്ല. അത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമെന്ന് എനിക്കറിയില്ല.
ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും എന്നെ ഇങ്ങനെ ബിസി ആക്കി നന്നായി. ഷോസും എന്റെ സ്വന്തം പ്രോജക്റ്റുകളും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തും ഒക്കെ ഇങ്ങനെ ഈ യൂട്യൂബിന് വേണ്ടി ചിലപ്പോൾ ആരും കാണാത്തൊരു വീഡിയോ ഉണ്ടാക്കിയിടലും ഒക്കെ ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ഐ വാസ് ഓക്കെ. ഞാനത് Okay. എപ്പോഴും അതിന്റെ ഒരു ഇതിൽ തന്നെ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോഴും ചേച്ചി ഭയങ്കര ചിരിച്ചാ പറയണേ, ആരും കാണാത്ത കുറെ വീഡിയോസ്. ഇപ്പൊ എനിക്കെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാരണമെങ്കിലും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവും. ജോത്സ്യൻ ചേച്ചീനെ അങ്ങനെ ഡൗൺ ആക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ഡൗൺ ഒക്കെ ആവാറുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ശ്രീകാന്തിനെ ഇന്റർവ്യൂ ചെയ്താൽ മതി. വളരെ നല്ല സത്യങ്ങളൊക്കെ പുറത്തു വരും. കാരണം നമ്മളെപ്പോഴും നമ്മുടെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ നമ്മൾ പുറത്ത് പെരുമാറുമ്പോഴും എപ്പോഴും ഒരു ചെറിയ രീതിയിൽ ഒരു മാസ്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആരും വീട്ടിലിരിക്കണ പോലെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെ സത്യം. നിൽക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും പുറത്ത് നിൽക്കില്ല. എന്റെയൊക്കെ സ്വഭാവം അല്ലേ? അല്ലേ? അപ്പൊ സത്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ കല്യാണം കഴിയുമ്പോ നമുക്ക് ഭർത്താവ് ഉണ്ടല്ലോ നമ്മുടെ എല്ലാം എടുക്കാനായിട്ട്. അതെ. അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോ ഈ പറഞ്ഞ മറകളെ എത്ര നാള് നമ്മൾ അഭിനയിക്കും, കുറച്ച് നാള് കഴിയുമ്പോ ശരിക്കുള്ള സ്വഭാവം പുറത്തു പുറത്ത് വരുമല്ലോ. വരും. അതെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാളെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ അവരുടെ എന്നും കൂടെ താമസിക്കണവരുടെ അടുത്ത് വേണം ചോദിക്കാനായിട്ട്. പിന്നെ എന്ന് വെച്ചാല് എപ്പോഴും ആവുന്നതും ഞാൻ സെൻസിറ്റീവ് ഒക്കെയാണ്. എനിക്ക് സങ്കടമൊക്കെ വരും. എനിക്ക് തോന്നുന്നു എനിക്ക് ദേഷ്യം വരും. അത് ശ്രീകാന്തേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇപ്പൊ എന്നെ കണ്ട പറയില്ലല്ലോ, എനിക്ക് ഇല്ല, ഭയങ്കരമായിട്ട് ദേഷ്യം. എനിക്ക് ഇല്ല. ആക്ച്വലി ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് അത് ദേഷ്യം വന്നാൽ ഭയങ്കര അലമ്പാ. അപ്പൊ അതുകൊണ്ട് അത് ആ ഇന്റർവ്യൂ ചേട്ടൻ ദേഷ്യം എന്ന് പറഞ്ഞപ്പോ ഭാഗ്യലക്ഷ്മി ചേച്ചി ജോത്സ്യക്ക് ദേഷ്യം. അപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ പറയുന്ന ചേച്ചിക്കൊക്കെ എവിടെ നിന്ന് ദേഷ്യം വരുന്നേ? എനിക്ക് ദേഷ്യം വരും, ദേഷ്യമൊക്കെ വരും. പിന്നെ എന്താ വെച്ചാല് നമ്മൾ ഈ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു സാധനം ഇപ്പൊ നമ്മൾ വീടിന്റെ പുറത്തിറങ്ങുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഒരു സാധനം നമുക്കിങ്ങനെ വരും, ഒരു ചെറിയൊരു മാസ്ക്. നമുക്ക് ഇത് ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. പലരും ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ നന്നായാൽ മതിയല്ലോ, അതിലാണല്ലോ കാര്യം. അപ്പൊ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗെറ്റിംഗ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻഡസ്ട്രിയിലാവുമ്പോൾ വെറുതെ നമ്മളെ പറ്റി ആവശ്യമില്ലാത്തതൊക്കെ പലരും പറയും. നമ്മളെ ചിരിച്ച് കാണിച്ച പലരും നമ്മളെ പറ്റി പിന്നെ പോയി നമ്മളെ പറ്റി വേണ്ടാത്തത് പറയും. അപ്പൊ എന്താ വെച്ചാൽ അത് പ്രത്യേകിച്ച് നമ്മൾ ഒട്ടും അങ്ങനെ അല്ലാത്തവരാവുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മറയില്ലാണ്ട് മനസ്സിൽ തോന്നുന്ന പറയുന്ന ആളുകളാവുമ്പോൾ ഇതുപോലുള്ള ആളുകളെ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. അത് ചെറുപ്പത്തിലേ വന്നല്ലോ. അപ്പൊ കുട്ടിയായിരുന്നത് കൊണ്ടും പിന്നെ എനിക്ക് നാട്ടിലായിരുന്നില്ല, ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ നൈവായിരുന്നു. വളരെ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്നോട് വീട്ടില് ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ട് വിശ്വസിച്ചോളണം. അത് തന്നെ. അത് ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെ തന്നെയാ. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നാൽ നമ്മള് മറ്റേ വരൂ, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മള് ബാക്കിയൊക്കെ മാറ്റി വെച്ച് നമ്മളങ്ങോട്ട് ചാടിച്ചൊന്നങ്ങോട്ട് ഇറങ്ങും. നമ്മുടെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് വരെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ പലരും അങ്ങനെ അല്ല എന്നുള്ള അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ വിഷമം വന്നിട്ടുള്ള പലരുടെയും തനിനിറം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് വളരെ സങ്കടം വന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഒരു അവസരം, കരിയർ വൈസ് ഒരു അവസരം പോവാന്നൊന്നും പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല. അതുമൊക്കെ മുമ്പ് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇല്ല, അതെന്തായാലും ഉണ്ടാവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സ് വളരെ വാല്യൂബിൾ ആണ്. അപ്പൊ നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചിട്ടുള്ള പലർക്കും വേറൊരു മുഖമുണ്ട്, അവര് വേറെ രീതിയിലാണ് നമ്മളെ പറ്റി പറഞ്ഞത് എന്നൊക്കെ കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്നാള് മോശമായിട്ട് പറഞ്ഞു, നമ്മൾ ചിന്തിക്കാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് മാത്രമേ കുറച്ച് വിഷമമൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വരുമല്ലോ. അങ്ങനെ അത്രേ ഉള്ളൂ.
പക്ഷെ എന്റെ ചിരിയിൽ വീഴണ്ട, എനിക്ക് എല്ലാ ഇമോഷൻസും ഉണ്ട്. ഉണ്ട്. സങ്കടവും ദേഷ്യം പ്രത്യേകിച്ചും എല്ലാം ഉണ്ട്. അതെ. അപ്പൊ എങ്ങനെ ചേച്ചി അത് ഡീൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാലോ? എങ്ങനെ ചേച്ചി അത്തരം കാര്യങ്ങൾ വരുമ്പോ അതിനെ ഡീൽ ചെയ്യാ? ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരി നമുക്ക് സങ്കടം വരുമായിരുന്നു. പിന്നെ എന്താ വെച്ചാല് നമ്മള് ഒരു ആക്സെപ്റ്റൻസ്, നമ്മൾ കുറച്ച് ആയി കഴിഞ്ഞപ്പോ, പ്രായം കുറച്ചായല്ലോ, അതെ. 38 വയസ്സായി. അപ്പൊ എന്താ വെച്ചാല് കുറച്ച് കഴിയുമ്പോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും പീപ്പിൾ ആർ ഡിഫറൻസ്. അതുകൊണ്ട് എന്താ, നമ്മൾ അത് അറിയും തോറും നമ്മൾ വലുതാവും തോറും, ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ സർക്കിൾ ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. അത് മതിയല്ലോ. പറഞ്ഞ ക്വാളിറ്റി ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി. നമുക്ക് കുറേ പേരുണ്ടെന്ന് പറയണേക്കാളും നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവൻ പറഞ്ഞു, ഓ അവരങ്ങനെയാണോ, ഓക്കെ ഡൺ, ഇനി ആ ഭാഗത്തേക്ക് പോകണ്ട, കഴിഞ്ഞു. പ്രൊട്ടക്ട് യുവർ പീസ്, അത്രേ ഉള്ളൂ. ഒരു പാട്ട് പാടിത്തരൂ? ഒരു ബന്ധമില്ലാത്ത ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തീർന്നപ്പോ ഞാൻ ചേച്ചിനെ കൊണ്ടൊരു പാട്ട് പഠിക്കാം. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. അരെ വാ, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആ ക്ലാസ്മേറ്റ്സിൽ. ആ സിനിമയും ഭയങ്കര ഹിറ്റാണ്, പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, ഇപ്പൊ ചേച്ചി 38 വയസ്സെന്ന് പറഞ്ഞു ചോദിക്കുക, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, അത് പറയുമ്പോഴാണ് ചേച്ചി അയ്യോ ഞാനിങ്ങനെ ആലോചിക്കണം, അല്ലെങ്കിൽ അത്രയൊന്നും എന്തായാലും കണ്ടാ പറയില്ല. എന്തല്ലേ നരയുണ്ട് കുട്ടി, ഫുൾ നരയാണ്. ചേച്ചി ഇതൊന്നും പറയണ്ട. സാരില്ല, പ്രായമാണോ ഒരു നല്ല കാര്യല്ലേ? അതെ, നല്ലതാ. അപ്പൊ ഇപ്പൊ ചേച്ചി എനിക്ക് തോന്നുന്നു ആദ്യം സിംഗിളായി, പിന്നെ ഒരു വൈഫായി, 2015 ചേച്ചി ഒരു അമ്മയായി. ആ ഒരു പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? അതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. പ്രത്യേകിച്ച് 2015 കഴിഞ്ഞ പിന്നെ അതൊരു അവസാനമില്ലാത്തൊരു പ്രോസസ്സാണത്. എങ്ങനെ ചേച്ചി, കുറുമ്പനാണോ? അവൻ കുറുമ്പനാണോന്ന് വെച്ചാൽ ഒരിടയ്ക്ക് കുറുമ്പായിരുന്നു, ഇപ്പൊ വാചകമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും പുള്ളി. നമ്മൾ തന്നെ ചില സമയത്ത് ഇങ്ങനെ സ്തംഭിച്ചിരുന്നു പോകും. ജനറേഷൻ ഇതല്ലേ? അതെ, അതാണ് അതിന്റെ വ്യത്യാസമാണ്. എല്ലാരും പറയും കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് അവിടെ തീരും എന്ന്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ ഉണ്ടായേക്കണേ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത്, ട്രാവലിങ്ങും തന്നെയായി, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. മറ്റത് എപ്പോഴും ഇങ്ങനെ അച്ഛൻ അമ്മ അവരിങ്ങനെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം എൻ്റെ സ്പേസും എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ മ്യൂച്വലി അങ്ങനെയാണ്. ഐ മീൻ ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എപ്പോഴും അങ്ങനെ ആവണമല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് അദ്ദേഹം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും, സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, അതെല്ലാം ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ മാരേജ് കഴിഞ്ഞ പിന്നെ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും തന്നെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എക്വിപ്ഡ് ആയി. പിന്നെ അമ്മ ശേഷം അറിയാലോ, അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു നമുക്ക് നമ്മുടെ ഉള്ളില് ഒരിക്കലും ഉണ്ടാവും എന്ന് വിചാരിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരും നമ്മളൊരു അമ്മയായി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ എല്ലാ ഡിസിഷൻസും, നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും ഒരേ ഒരു പ്രയോറിറ്റിയാണ്. ഇപ്പം എന്ത് സംഭവിച്ചാലും, എന്ത് വലിയ ഓപ്പർച്യൂണിറ്റി വന്നാലും എപ്പോഴും ഹൗ വിൽ ദാറ്റ് എഫക്ട് മൈ ചൈൽഡ് എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കുക. അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ, മെജോറിറ്റി അമ്മമാരും അങ്ങനെ തന്നെയാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു സെൻറ്റർ തന്നെ മാറും ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ. അത് റിയലി ടേക്സ് പൊസിഷൻ അബവ് എവറിത്തിങ് എൽസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന മാതിരി നമ്മളെയും ടേക്ക് കെയർ ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ സ്വന്തം കാര്യങ്ങളും ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം തോന്നുമ്പോൾ ബ്രേക്ക് എടുക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യണം എന്നുണ്ട്. ഫാമിലി, കരിയർ, പിന്നെ എൻ്റെ കോച്ചിങ്, എൻ്റെ പേരൻസ്, എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ടെങ്കിലേ
ലൈഫിനൊരു രസമുള്ളൂ ഇല്ലേ? അതെ, പക്ഷെ ആ ബാലൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തന്നെ ആ, കണ്ടെത്തണം. അതിന് നമുക്കൊരു ഒരു 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 അതായത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതില്. അതായത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നമ്മുടെ കൂടെ എങ്ങനെ അതെ. നിൽക്കുന്നു എന്നുള്ളതും സത്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യത്തിൽ ഞാൻ വളരെ ഫോർച്ചുനേറ്റ് ആണ്. അതെന്റെ Super, ശ്രീകാന്ത് പേരൻസ് ഏട്ടാ. ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും ഞാനും ശ്രീകാന്തിന്റെ അടുത്ത് അങ്ങനെ കേട്ടോ. സൂപ്പർ ചേച്ചി. മോനെങ്ങനെ പാട്ടൊക്കെ പാടിത്തരാൻ പറയോ? അമ്മ ആ പാട്ട് പാടിത്തരും. അവന് ഞാൻ പാടണേ ഇഷ്ടല്ല. ഒന്നും മിണ്ടാതിരിക്കോ? അവന് ഇഷ്ടേയല്ല പാടുന്നത്. അവൻ എന്താന്ന് വെച്ചാൽ ഞാൻ പാട്ടിനാണല്ലോ ഞാൻ പോകുന്നത്. പ്രോഗ്രാമിനായിട്ട് പോകുമ്പോ ചിലപ്പോ അപ്പൊ അവന് പാട്ടെന്നെ അവന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമായിട്ടാണ് അവൻ കണ്ടിട്ടുള്ളത്. വീട്ടിൽ വന്നിട്ട് അതെ, അതുകൊണ്ട് പണ്ടൊക്കെ നല്ല ചെറുതായിരുന്നപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൻ വന്ന് മറ്റേ ശ്രുതി ബോക്സ് ഓഫ് ചെയ്തിട്ട് പോവായിരുന്നു. ഒന്ന് നിർത്തുമോ എന്നുള്ള മട്ടില്. അപ്പൊ അതുമാതിരിയായിരുന്നു. ഇപ്പൊ അവന് കുറേശ്ശെ ഞാൻ അവന് കീബോർഡൊക്കെ പഠിപ്പിച്ചൊക്കെ തുടങ്ങി. പിന്നെയും കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൊതുവേ അവന് വലിയ താല്പര്യമില്ല. ഡാൻസ് കൂടുതൽ ഇഷ്ടം പാട്ടിനായിട്ടും. ചേട്ടനോ? ചേട്ടൻ പാടാൻ പറയാറുണ്ടോന്നോ? വീട്ടിലാർക്കും വലിയ താല്പര്യം. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ. ഇപ്പൊ 14 വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പോയി. അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ പാടാൻ പറയാറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ വീട്ടില് പാട്ട് പാടുന്നത് ശ്രീകാന്താ. ശ്രീകാന്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറ്റേ മൂളിപ്പാട്ട് പാടി എന്തെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ ഉറക്ക പാട്ട് പാടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ എന്നെക്കാളും ആക്ച്വലി വീട്ടില് പാടുന്നത് പുള്ളിയാ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ പാടാറുള്ളൂ. നിങ്ങള് മുപ്പെണ്ണും മുറച്ചെറുക്കനായിരുന്നു ചേച്ചി. അതെ, അങ്ങനെ ഒരു മോനെ തട്ടിക്കൊണ്ടുപോയി അല്ലേ? അതങ്ങനെ സംഭവിച്ചതാ. അങ്ങനെ മറ്റേ കുഞ്ഞിലെ പറഞ്ഞ് താലം കൈമാറിയതെന്നല്ല. അതൊന്നല്ല. ആരും കൈമാറിയില്ല, പക്ഷെ നിങ്ങൾ തന്നെ ഇങ്ങനെ കൈമാറിന്നല്ലേ? അതെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ചേച്ചി അതർ ലാംഗ്വേജസും കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ മലയാളത്തിൽ കിട്ടുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അത് ചിലപ്പോ അതർ ലാംഗ്വേജസിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ ചേച്ചിക്ക്? ഉറപ്പായിട്ടും. അതിപ്പോ എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ പോയിട്ട് ചോദിച്ചാന്ന് പറഞ്ഞ ഒരാൾക്കും പക്ഷെ അറിയുന്നുണ്ടാവില്ല. അവിടെ നിന്നുള്ളവരൊക്കെ നമ്മളുടെ ഇവിടെ വന്ന് പാടുമ്പോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അവിടെ നിന്നൊക്കെ കുറെ ആളുകൾ ഇവിടെ വന്ന് പാടുമ്പോ ആ സിംഗേഴ്സിനൊക്കെ നമുക്ക് അറിയാം. കുറെ പേർക്കും കുറെ ആളുകളെയൊക്കെ അറിയാം. പക്ഷെ ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല എന്നുള്ളത് എനിക്കിങ്ങനെ എന്റെ ഇതില് അതെനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയ ഇൻഡസ്ട്രിയാ. തമിഴ് ഇൻഡസ്ട്രി പോലെയല്ല മലയാളം ഇൻഡസ്ട്രി. സോ മച്ച് സ്മോളർ. നമ്മുടെ ഇപ്പോഴാണ് മലയാളം ഫിലിംസ് മലയാളികളല്ലാത്തവരും കണ്ടു തുടങ്ങിയത്. ഇപ്പൊ ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട് മലയാളം ഫിലിമിന്. പക്ഷേ ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ തമിഴ് ഇൻഡസ്ട്രി വളരെ വലുതാണല്ലോ. അപ്പൊ അവിടെ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളെ നമ്മുടെ ആളുകൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ മലയാളം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊക്കെ അവിടെ പോയി ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് ആൾക്കാർക്ക് ഞാൻ ആരാ എന്താ ഇങ്ങനെയൊന്നും അറിഞ്ഞോളണമെന്നില്ല. അതാ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ ഒരു വലിപ്പം ഒക്കെ അതിനൊരു കാരണമാണ്. അവിടെ പോയി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാടി പിന്നെ പാട്ട് ഹിറ്റ് ആവുക എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടല്ലോ. നമ്മൾ പാടിയിട്ട് മാത്രം കാര്യമില്ല. സിനിമ പോലെ ഹിറ്റ് ആവണം. സിനിമാ പാട്ട് അങ്ങനെയാണ്. സിനിമാ പാട്ട് കേറി ക്ലിക്ക് ആവണമെങ്കിൽ അതിനൊരു ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വരണം. എന്നാലേ അതില് കാര്യമുള്ളൂ. ഇനി ഞാൻ കുറച്ച് എന്താണത്? ഇല്ല, കുറച്ച് ചിറ്റ്സ്. അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഒരു വേർഡ് ഒക്കെ എഴുതിയിട്ടുള്ളത് ഇത് റിലേറ്റ് ചെയ്തൊക്കെ തന്നെ. അപ്പൊ ചേച്ചിക്ക് ചിലപ്പോ അത് കാണുമ്പോ എന്തെങ്കിലും ഒരു സ്റ്റോറി ഓർമ്മ വരാം, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും മേ ബി അറിയില്ല. നമുക്ക് നോക്കാം എന്താവും. ഓക്കെ. മിറക്കിൾ. ഓക്കെ. മിറക്കിൾ പാടുന്ന സമയത്തോ എന്തെങ്കിലും ഒരു അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചത്? അങ്ങനെ മാജിക്കലായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില സം ആൻസേഴ്സ് കം ടു അസ്. നമ്മൾ ചില സൈൻസ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഈ UK മാറുന്നതിന് മുമ്പ് കുറച്ച് നാൾ ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് മാറി ഞാൻ എഴുതും, ജേർണൽ വെക്കും ഞാൻ എപ്പോഴും.
ചെറുതിലേ ഉള്ള ശീലമാണ്. അപ്പൊ എനിക്ക് അപ്പൊ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതും. എനിക്ക് നോട്ട് ഫീലിംഗ് ഓക്കെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതും, വൈ എം ഐ ഫീലിംഗ് ലൈക്ക് ദിസ്. അപ്പം എൻ്റെ ഇമോഷൻസിനോട് കുറച്ച് ഇൻ ടച്ച് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതുമായിരുന്നു. കുറേ നാൾ അടുപ്പിച്ച് അങ്ങനെ എഴുതും. അപ്പൊ എനിക്കിങ്ങനെ എഴുതി ഞാനിനി സ്ഥലം ഒന്ന് മാറണോ, എവിടെയെങ്കിലും പോകണോ, ഒരു മാസത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയാലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോയാലോ കുറച്ച് നാളത്തേക്ക്. അപ്പൊ അങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി കുറച്ച് നാൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഞാനിങ്ങനെ എഴുതും. അപ്പൊ ഞാനിങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് ഒരു ദിവസം എനിക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ട് തോന്നിയ സമയത്ത് അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പുറത്ത് വല്ലോടത്ത് എന്തെങ്കിലും നോക്കണോ, എന്തെങ്കിലും ഒന്നൊരു ബ്രേക്ക്, ഞാൻ ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും പഠിക്കാനായിട്ടേ പോയാലോ എന്ന് പറഞ്ഞപ്പോഴും ശ്രീകാന്ത് പറയണോ, സത്യം പറഞ്ഞാൽ ഞാൻ തന്നോട് പറയാൻ വരുമായിരുന്നു, എനിക്ക് UK ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഞാൻ എപ്പോഴും അത് കൺസിഡർ ചെയ്യുന്ന, ഞാനെന്തോ അത് മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഫീലിംഗാണ് എനിക്ക് എപ്പോഴും വരുന്നത്. ഞാനതിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ എഴുതി ഭയങ്കരമായിട്ട് എനിക്കൊരു ചേഞ്ച് വേണം എന്നാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കതൊരു സൈൻ പോലെ തോന്നി. അതെന്തോ ആ സമയത്ത് കറക്റ്റ്. അല്ലെങ്കിൽ ശ്രീകാന്തിന് എപ്പോഴും പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ഒരിക്കലും ശ്രീകാന്ത് അത് എടുക്കാറില്ല. കാരണം ഈ പറഞ്ഞ മാതിരി എൻ്റെയും ജോലിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആയതുകൊണ്ടും അച്ഛനും അമ്മയൊക്കെ ഇവിടെ ആയതുകൊണ്ടും പുറത്തേക്ക് അങ്ങനെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ശ്രീകാന്ത് ഫോർ ദ ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്ത് തുടങ്ങി, ഇങ്ങനെ എടുത്താലോ എന്ന് പതിവില്ലാണ്ടൊരു ഇങ്ങനെ കൺസിഡർ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാനത് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഇന്റർ കണക്റ്റഡ് ആയിട്ട് തോന്നി. ഞാനത് തോന്നിയതും അങ്ങനെ. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച പോലെ കംപ്ലീറ്റ്ലി സ്ഥലം മാറി ഒരു മേ ബി ഇറ്റ് വാസ് മെന്റ് ടു ഹാപ്പൻ. അവിടെ ചെല്ലാനും ആ കോഴ്സ് ചെയ്യാനും ഒരു ലേണിംഗ് കർവ് വരാനും ഒക്കെ. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തോ ഒരു സ്പെഷ്യൽ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. പാടുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? പാടുന്ന സമയത്ത് മിറക്കിൾ പോലെ, അത് മിറക്കിൾ അതൊരു ഐ തിങ്ക് ഇറ്റ്സ് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ. ഐ തിങ്ക് അതായത് നമുക്കിപ്പം എനിക്ക് പലതവണ നമുക്ക് തൊണ്ട വയ്യാണ്ട് വരുന്ന അവസ്ഥ ഉണ്ടല്ലോ, പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ പോലും വർത്താനം പറയാൻ പോലും ശബ്ദമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്റ്റേജിൽ കയറി പാടണം പിറ്റേ ദിവസം. അതുപോലെ ഒരിക്കലും പാടാൻ പറ്റില്ല, 1-2 പാട്ട് പാടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയ സമയങ്ങളിൽ 3 മണിക്കൂർ ഷോ ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ കുറേ സിംഗേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഐ ഫീൽ ആ ഒരു എനർജിയാണ്. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഓഡിയൻസ് നമ്മളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്നു, നമ്മുടെ മ്യൂസിഷ്യൻസ് ഇരിക്കുന്നു സ്റ്റേജിൽ. അപ്പൊ എന്തോ സം സൈക്കോളജി ഈസ് വർക്കിംഗ് അവിടെ. ഒരു എനർജിയാണ്. അതെപ്പോഴും ഒരു മിറക്കിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ശബ്ദം ഇല്ലാത്ത അവസ്ഥയിൽ ശബ്ദം പുറത്തു വരാന്ന് പറഞ്ഞൊരു മിറക്കിളല്ലേ അത്. തീർച്ചയായിട്ടും പലതവണ എനിക്കത് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു മിറക്കിളായിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ. ഇമോഷണൽ ദിവസവും ഇമോഷണൽ എന്തെങ്കിലും പാടുന്ന സമയത്തോ? ആക്ച്വലി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാന് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം, അന്ന് ചിത്രചേച്ചി ഉണ്ട്, ഞാനുണ്ട്, എനിക്കൊരു സിത്തു ഉണ്ടെന്നോണം. അന്ന് ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം നടക്കുക. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മനപ്രയാസം, എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഐ എം ജസ്റ്റ് ഓഫ്, ഭയങ്കര അൺഈസി ആയിട്ടൊരു ഫീലിംഗ്. എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ആദ്യമൊക്കെ കേട്ടോ. അത് ഞാൻ സ്റ്റേജിൽ കയറി പാടിയ പാട്ട് ഇതാണ്, കാർമുകിൽ വർണ്ണന്റെ പാടിയത്. ഒന്നാമത് എനിക്ക് ചേച്ചി ഇരിക്കുന്നതിന്റെ ടെൻഷനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ വാസ് ഫീലിംഗ്, അത് ടെൻഷൻ ആയിരുന്നില്ല, ഒരു വല്ലാത്തൊരു സങ്കടം പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എന്താന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കയറി പാട്ട് പാടി കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ ഒറ്റ കരച്ചിലങ്ങോട്ട് കരഞ്ഞു, ബാക്കിൽ വന്ന് നിന്നിട്ട്. അപ്പൊ ചേച്ചിയും ഉണ്ട്. അപ്പൊ ചേച്ചിയും എൻ്റെ കൈ പിടിച്ചിട്ട് അയ്യോ എന്താ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, ചേച്ചീന് ഭയങ്കര ചക്കരയാണല്ലോ. അപ്പൊ അങ്ങനെ ഞാനും ചേച്ചിയെ കുറെ നേരം കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞു. അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് കരച്ചിലൊക്കെ മാറി ഇരുന്ന് കഴിഞ്ഞപ്പോ അന്ന് ശ്രീകാന്ത് എൻ്റെ കൂടെ ഷോന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ, അമ്മ വിളിച്ചിട്ടുണ്ട്, അതായത് എൻ്റെ അമ്മ
ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചിയും ചേട്ടനും അന്ന് പൂനെയിലുണ്ട്. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും അവർ പൂനെയിലാണ്. ചേച്ചിക്കൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായി, അവരെ രണ്ടുപേരും ഹോസ്പിറ്റലിലാക്കി എന്ന് പറഞ്ഞിട്ട്, ചേച്ചിക്കും ചേട്ടനും ഹോസ്പിറ്റലിലാക്കി എന്ന് പറഞ്ഞിട്ടൊരു, എനിക്ക് എന്തോ ഒരു പ്രമനിഷൻ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു എന്തോ ഒരു പ്രശ്നം വരാൻ പോണ പോലത്തെ ഒരു ഞാനും ചേച്ചിയായിട്ട് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞാനും ചേച്ചിയും ചിലപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കാറുണ്ട് അതിനെപ്പറ്റി. അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിൽ ഞാനത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു ഇതിലായിരുന്നു. അപ്പോൾ അത് ഈ കോളും കൂടി വന്നപ്പോൾ, അപ്പോൾ എപ്പോഴാണ് ഉണ്ടായതെന്ന് വെച്ചപ്പോൾ കുറച്ച് നേരം മുമ്പ്, ബേസിക്കലി നമ്മൾ ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ പാടാൻ കയറുന്നതിന് മുമ്പായിട്ടുള്ള സമയത്താണ് അത് സംഭവിച്ചത്. പിന്നെ ഓക്കെ ആയി, ചേച്ചിയും ചേട്ടനും ഓക്കെ. പക്ഷെ മേജർ ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ പേടിച്ചു പോയ ആക്സിഡന്റ് ആയിരുന്നു. ഓക്കെ ആയി രണ്ടുപേരും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അല്ല സഹായിച്ച് സുഖമായിരിക്കണം. പക്ഷെ അതെനിക്ക് ഒരു ഭയങ്കര മറക്കാനാവാത്തൊരു ഇൻസിഡന്റ് ആണ്. ചേച്ചി ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മളുടെയൊക്കെ അമ്മൂമ്മമാരോട് ചോദിച്ചാൽ പോലും ജോത്സ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായാലും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ അവർ കണ്ടെത്തുന്ന വഴി മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ചേച്ചി സൂപ്പർ 4-ലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുട്ടികൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വഴികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയില്ല, എൻ്റെ മോട്ടോ ഹാസ് ഓൾവേസ് ബീൻ ഇഫ് ഇറ്റ് ഹാസ് ടു കം ടു യു ഇറ്റ് വിൽ കം ടു യു. അതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താ വെച്ചാലേ, ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇടുക, നമ്പേഴ്സ് നോക്കുക, അതിലൊക്കെയാണ് ഇപ്പൊ കാര്യം കൂടുതൽ. അതായത് ടാലന്റിനേക്കാളും എത്ര ഫോളോവേഴ്സ് ഉണ്ട്, റീച്ച്. ഇപ്പൊ നല്ലൊരു മ്യൂസിഷ്യൻ ഇപ്പൊ നല്ലൊരു മ്യൂസിക് ലേബിൾ ആയിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ തന്നെ അവർ ആദ്യം സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാ നോക്കുക. ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ ആ കണ്ടന്റിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിപ്പോ ഒരു മാനദണ്ഡമല്ല. അത് എനിക്കൊരു ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മാർക്കറ്റ് ബിസിനസ് പോലെ ആയി ശരിക്കും. ഈവൻ എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാൽ പോരാ, നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഫോളോവേഴ്സും ഇതുമൊക്കെ വേണം. അപ്പം എനിക്കത് എപ്പോഴും ഞാൻ ആ ഒരു ജനറേഷന് മുമ്പ് വന്ന ആളായോണ്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാനിപ്പോ ആ ഒരു ജനറേഷനിൽ നിൽക്കുന്നോണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയം ചേച്ചിയുടെ പ്രൊഫൈൽ എടുത്ത് ഓൾറെഡി ഞാൻ ചേച്ചിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇടയ്ക്ക് ഇത് കാണും, നമ്മളെ പെട്ടെന്ന് ഓർക്കില്ലല്ലോ ചേച്ചി പോസ്റ്റ്, അങ്ങനെ നമ്മൾ എന്തായാലും ആലോചിക്കില്ല. പക്ഷെ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഒറ്റ സ്ക്രോളില് സാധനം തീർന്ന്, അപ്പൊ ഞാൻ ചേച്ചി അപ്പൊ ഈ ഒരു ജനറേഷനിൽ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ചേച്ചി കുറച്ച് പാട്ടെങ്കിലും പാടി ഇട്ടിരുന്നെങ്കിൽ എന്നിങ്ങനെ ഞാൻ തന്നെ സത്യം പറഞ്ഞ ചിലപ്പോ അതിലിങ്ങനെ ആ ഒരു ലൂപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം ഞാൻ തന്നെ അങ്ങനെ. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ചേച്ചിയുടെയൊക്കെ ഒരു നേച്ചറൊക്കെ നമ്മളും കുഞ്ഞിലോട്ട് കണ്ട് വന്നോണ്ടായിരിക്കും ചേച്ചി അങ്ങനെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ചേച്ചിക്ക് എന്താണോ തോന്നുന്നത് അത് ചേച്ചി ഇപ്പോൾ മറ്റേ ലൈഫ് കോച്ചിന്റെ കാര്യം, അതൊരു നല്ല മെസ്സേജാണ്. ചേച്ചി ഇത് ചെയ്ത് ചേച്ചിയുടെ ലൈഫിൽ ഒരു പുതിയൊരു കാര്യം അപ്ഡേറ്റ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളും കുറച്ച് പാട്ടുകളും കുറച്ച് നല്ല ഫോട്ടോസും ഇത്രയും മാത്രമായിട്ട് ചേച്ചിയുടെ ഒരു സോഷ്യൽ മീഡിയ ലോകം. ഭയങ്കര ഒരു സെൽഫ് PR അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചേച്ചി ഇതേവരെ ചിന്തിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും എന്നോട് പറയണത് ഇങ്ങനെ പോരാ, നമ്മൾ കണ്ടന്റ് ഇടണം, നമുക്ക് നമ്പേഴ്സ് വേണം. അത് പക്ഷെ എനിക്കത് ഇറ്റ് ഡസൻ സിറ്റ് വെൽ വിത്ത് മീ. എനിക്ക് അത് ഇന്നാളും കൂടി ഞാൻ ഒരു കോട്ട് കണ്ടതാണ്. അതായത് ആർട്ടിസ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടന്റ് ക്രിയേറ്റർ. അതിലെല്ലാം ഉണ്ട്. ആർട്ടിസ്റ്റും കണ്ടന്റ് ക്രിയേറ്ററും രണ്ടാണ്. അപ്പോൾ വെൻ യു ആർ എ ട്രൂ ആർട്ടിസ്റ്റ്, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കത് ഒട്ടും റിലേറ്റബിൾ അല്ല ഫോർ സം റീസൺ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇതെന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഇതങ്ങോട്ട് കൺസ്യൂം ചെയ്യും. അയ്യോ എനിക്ക് നമ്പേഴ്സ് ഇല്ല, അയ്യോ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, അയ്യോ അവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അയ്യോ അവർ ഈ പ്രോജക്റ്റ് ചെയ്തു, ദൈവമേ അവർ ആ പ്രോജക്റ്റ് ചെയ്തു, ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ ആണ്. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, അവരിത് ചെയ്തു, അവരുടെ ലൈഫ് എത്ര നല്ലതാണ്, എനിക്കൊന്നുമില്ല. ഇത് എത്രയൊക്കെ പറഞ്ഞാലും യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ, യങ്സ്റ്റേഴ്സ് വളരെ ഒരു 15-16 എന്നൊക്കെ പറയുന്ന പ്രായം വളരെ വൾണറബിൾ ആയിട്ടുള്ള പ്രായമാണ്. അപ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് സെൽഫ് വർത്തും
ഒക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നീ എല്ലാവരും ആളുകൾ എന്താണോ കാണേണ്ടത് അത് മാത്രമേ പുറത്ത് കാണിക്കുന്നുള്ളൂ. അതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും ആളുകൾക്ക് അറിയില്ല. അപ്പം ഗോയിങ് ഓഫ് ടോപ്പിക്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആർട്ട്. അപ്പം എന്താ വെച്ചാൽ എൻ്റെ അടുത്തും പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആക്റ്റീവ് ആയാൽ പോരാ, ഫേസ്ബുക്കിലൊന്നും ഞാൻ ഇല്ല. ഇൻസ്റ്റഗ്രാമാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം. പക്ഷെ എനിക്കത് ഒരു പരിധി കൂടുതൽ ഞാൻ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിടും ഫോണിൽ. കാരണം ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്കിങ്ങനെ എടുത്ത് നോക്കിയാ തീർന്നു നമ്മുടെ ഒരു 3/4 മണിക്കൂർ തീർന്നു കിട്ടിയ അതില് അല്ലേ. എടുത്തു നോക്കിയാല് നമുക്ക് എന്തോരം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാം 3/4 മണിക്കൂറില്. കുറെ ആവശ്യമില്ലാത്ത ഇൻഫോർമേഷനും കുറെ ഇങ്ങനെ മിസ്ഇൻഫോർമേഷൻ, കുറെ ഇങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് സോ കെയോട്ടിക്. എനിക്ക് തോന്നുന്നു എനിക്ക് പ്രായമാവും തോറും എനിക്ക് ബഹളം തീരെ പറ്റാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു സ്പേസ്, എൻ്റെ മെൻ്റൽ ഹെൽത്തും എൻ്റെ മെൻ്റൽ സ്പേസും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഈ വരുന്ന കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ഈ യൂസ് ചെയ്യുന്ന പുതിയ ജനറേഷനിലെ കുട്ടികളോട് ആദ്യം പറയാനുള്ളത്, ബി ഷുവർ അബൌട്ട് യുവർ ആർട്ട്. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ നമ്പേഴ്സോ നിങ്ങളുടെ പോസ്റ്റിന് എത്ര ലൈക്ക് വരുന്നോ അതൊക്കെ സെക്കൻഡറി ആണ്. ഇഫ് യു ആർ ഷുവർ അബൌട്ട് യുവർ ആർട്ട്, നമ്മുടെ ആർട്ടിന് വേണ്ടി നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ ഇറ്റ് വിൽ കം യുവർ വേ. ദർ ഇസ് സംതിങ് കോൾഡ്, നമ്മുടെ ആക്ഷൻസിന് ഒരു എനർജി ഉണ്ട്. ഇപ്പൊ വെറുതെ പാട്ട് പാടി ഒന്നും ആയിരിക്കില്ല, വെറുതെ വീട്ടിലിരുന്നൊരു അമ്മയായിരിക്കും, അവര് പാട്ട് പാടി ഇട്ടിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ലെജൻസ് ഒക്കെ വിളിച്ചിട്ട് അവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞ പോലെ ഇത് ഇട്ടാ ചിലപ്പോ ഒരു റീച്ച് കിട്ടും എന്ന് വിചാരിച്ച് ചിലപ്പോ ഇട്ടതായിരിക്കില്ല. അതെ അതെ, അതാണ്. അതുകൊണ്ട് നമ്പേഴ്സിനും ഫോളോയിങ്ങിനും വേണ്ടി ചെയ്തോളൂ. പക്ഷെ ദ തിങ് ഇസ് യു ഷുഡ് നോ വെൻ ടു കട്ട് ഇറ്റ് ഔട്ട്. അതായത് നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റും ഇതായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു എഫക്റ്റ് ദ റെസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങളെ അത് എന്തായാലും എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത്. ഇപ്പം എല്ലാ ചെറുപ്പക്കാർക്കും ഡിപ്രഷൻ, ആങ്സൈറ്റി, പല പല പ്രശ്നങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ്? കാരണം ഇത് ഈ കമ്പാരിസൺ വരുന്നതുകൊണ്ടാണ്. പിയർ പ്രഷർ. നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നവരെ ഫോളോ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഫോളോ ചെയ്യാനും നമുക്ക് ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഐഡിയാസൊക്കെ കിട്ടും. അതിന് ഇറ്റ്സ് നൈസ്. പക്ഷേ അത് ഒരു പരിധി കൂടുതൽ നമ്മളെ കൺസ്യൂം ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അത് മാത്രമേ എനിക്ക് കുട്ടികളോട് പറയാനുള്ളൂ. മോനോട് ഇപ്പഴേ പറഞ്ഞു ചേച്ചി, അവനക്ക് ഇപ്പഴേ തുടങ്ങും ഇൻസ്റ്റാഗ്രാം. മൊബൈല് കൊടുത്തിട്ടില്ല, അതുവരെ മൊബൈൽ കൊടുക്കാറില്ല. പിന്നെ സ്ക്രീൻ ടൈം ഒക്കെ നമുക്ക് എന്താ പറയാ റെസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. കാരണം അവൻ ജനിച്ചു വന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ജനറേഷനിലേക്കാണ്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ഫോൺ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പം നമുക്കത് കംപ്ലീറ്റ്ലി നിർത്താൻ പറ്റണതിന് ഒരു പരിധി ഉണ്ട്. പക്ഷേ പറഞ്ഞു കൊടുക്കുക, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടിപ്പിക്കൽ മോം ഡയലോഗ്സ് ഒക്കെ ഇറക്കാറുണ്ടോ ചേച്ചി? ഞാനൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു. ഞാനൊക്കെ അത് ശരിക്കും അത് ആ വ്യത്യാസം ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയായി തുടങ്ങിയല്ലോ എന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ. ശരിക്കും നമ്മളത് പറഞ്ഞു പോകട്ടോ ചില സമയത്ത്. കാരണം ഓരോ ജനറേഷൻ പോകുന്നവരും കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂടുതലാണ്, എന്നാലും അവർക്ക് പോരാ, എന്നാലും അവർക്ക് കൂടുതൽ വേണം. അപ്പൊ എനിക്കറിയോ ഞാൻ ചെറുതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കും. അതെനിക്ക് തോന്നുന്നു ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇനി അവൻ ചിലപ്പോൾ അവന് കുട്ടികളാവുകയാണെങ്കിൽ അവന്റെ കുട്ടികളോട് ചിലപ്പോൾ പറയുമായിരിക്കും. ഓക്കെ ചേച്ചി, അപ്പൊ കുറെ കഥകളൊക്കെ കേട്ടു. ഇറ്റ് വാസ് എ നൈസ് കോൺവെർസേഷൻ. താങ്ക് യു. അപ്പൊ ലാസ്റ്റ് ഒരു പാട്ടും കൂടെ എനിക്ക് പാടിത്തരുമോ? ആയിക്കോട്ടെ. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? അതാണ് കൺഫ്യൂഷൻ ആവും പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഏത് പാടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതാ ഞാൻ ചേച്ചിക്ക് തന്നെ അത് വിട്ടു തന്നത്. ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി പതിവായാരുമുളുന്നില്ലേ ചെവിയിലായി, മതിയില്ലെന്നായി ചൊല്ലുന്നില്ലേ മനസ്സിലായി, തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി തുടിക്കുന്നു വീണ്ടും വീണ്ടും കടക്കണ്ണിലാരോ സൂര്യനായി. സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ,
അയ്യോ. വരി മറന്നു ഇടയ്ക്ക്, സോറി. അതിനാണല്ലോ താരരയൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. താരാരാര. അങ്ങനെ ശരിക്കും ലൈവിലൊക്കെ പറ്റുന്നുണ്ട് ഈ താരനിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്. ഇഷ്ടം പോലെ. അത് താരാരല്ല, അപ്പൊ വേറെങ്കിൽ വായ തോന്നിയതൊക്കെ ചിലപ്പോ പാടും. ദേ, പിന്നെ ആരും ആർക്കും അറിയില്ല. മനസ്സിലാവാത്ത ആരും അറിയില്ല. രീതിയിൽ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. ഓക്കെ ചേച്ചി, അപ്പൊ താങ്ക് യു സോ മച്ച്. തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. thank അപ്പൊ ഇനി you. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ കണ്ടിന്യൂ ചെയ്യാ. ഇതുപോലെ തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ഹാപ്പി ഫ്രെയിംസിൽ ചേച്ചിനെ കൊണ്ടുവരാൻ പറ്റിയതും ഇത്രയും നേരം കുറെ നല്ല കഥകളൊക്കെ കേൾക്കാൻ പറ്റിയതും. സോ ഹാപ്പി ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു പാർവതി, താങ്ക് യു. നല്ല കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ എല്ലാത്തിനും. മച്ച്.